ഷോപ്പിൽ നിന്നൊക്കെ മിക്സർ വാങ്ങാറില്ലേ? ഇന്ന് അതുപോലൊരു ഐറ്റം വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്താലോ? അതിനുവേണ്ടി 1 കപ്പ് കടലമാവിൽ 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പുപൊടി, മഞ്ഞപ്പൊടി, കായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന കൺസിസ്റ്റൻസിയിൽ നിന്നും കുറച്ചുകൂടി ലൂസാക്കി കുഴച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. മാവ് കുഴയ്ക്കുന്ന ടൈമിൽ ഒരു 1/2 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇത് ഉണ്ടാക്കുമ്പോൾ മാക്സിമം സൺഫ്ലവർ ഓയിൽ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാ പാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാൻ ശേഷം ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് സേവനാഴിയിൽ മാവ് നിറയ്ക്കാം. ഇത് നമുക്ക് ഉണ്ടാക്കി എടുക്കേണ്ടത് ഇടിയപ്പത്തിന്റെ ചില്ലിനേക്കാളും ചെറിയ ചില്ലിട്ടിട്ടാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. വീഡിയോ കാണുന്നവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. 1.5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഐറ്റം കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള മാവ് ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് പാൻ അടുപ്പിലേക്ക് വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടാൻ ശേഷം കറിവേപ്പില ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ഓമപ്പൊടി ഒന്ന് നല്ലതുപോലെ പൊടിച്ചു കൊടുത്ത് ഈ കറിവേപ്പില അതിലേക്ക് തട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്.